ദാണ്ട ഈ വരുന്ന ആളൊക്കെ ഉണ്ട്. ഈ അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം നേടിയ ഒരാളാണ് എന്ന് പറഞ്ഞാൽ RSP എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അടിയിടിയും പോലീസ് മർദ്ദനങ്ങളും ഏറ്റ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ട സുഭാഷ് എസ്കല, നമസ്കാരം. നമസ്കാരം. അപ്പം ഈ അർഹതയ്ക്കുള്ള അംഗീകാരം അല്ലേ, അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം ഇപ്പോൾ തേടിയെത്തി എന്ന് വേണം പറയാൻ. ഈ പാർട്ടിക്ക് MLA യും മന്ത്രിയൊന്നും ഇല്ലാത്തൊരു സമയത്തും പാർട്ടിക്ക് വേണ്ടി സജീവമായ ഒരു പോരാട്ടങ്ങളിലായിരുന്നു. എന്താ പറയാനുള്ളത്? സന്തോഷം, വളരെ അഭിമാനം. ഓക്കെ, പാർട്ടിയുടെ തിരിച്ചുവരവ്, അതിലുപരി പാർട്ടിക്ക് MLA മാർ, MP, ഞങ്ങളുടെ ഒരു സുവർണ കാലഘട്ടം തിരിച്ചു വന്നു എന്നുള്ള അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. MLA, മന്ത്രി, MP ഒക്കെ ആയിട്ട് പുതിയൊരു ദൗത്യത്തിലേക്ക് പാർട്ടി അല്ലേ? അതെ. ഇപ്പം നിലവിലിപ്പോ എന്താ ദൗത്യത്തിലാണ് നിൽക്കുന്നത്? ഇപ്പോ ഫോറസ്റ്റ് മിനിസ്റ്ററെ സ്റ്റാഫിനുണ്ട്, പേഴ്സണൽ സ്റ്റാഫായിട്ട് വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഇത്രയും നാൾ കൊണ്ട് അടിയിടിയും പോരാട്ടങ്ങൾ, ഇപ്പോൾ പാർട്ടിക്ക് MLA ഇല്ലാത്ത, MLA മന്ത്രി ഒന്നും ഇല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങിക്കാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ചവറ മുതൽ ചവറ വരെ ഉള്ള പാർട്ടി എന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നല്ലേ? അതെ. അപ്പൊ അവരുടെ അടുത്തൊക്കെ എന്തോ മറുപടി പറയാനുള്ളത്? ഞങ്ങളുടെ പാർട്ടി എന്ന് എന്നെ പറയുന്നത് പാർലമെന്റേറിയൻ ജനാധിപത്യത്തിൽ മാത്രം വിശ്വസിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന, പൊതുജനത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഒരു പാർലമെന്റേറിയൻ ആയിരിക്കണം എന്ന് ഞങ്ങളുടെ ഒരു ഭരണഘടനയിലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരമില്ലെങ്കിലും ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കും. ഞാൻ പരമാവധി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറയാനുള്ളത്, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അല്ലേ, ചാരിറ്റി പ്രശ്നങ്ങളാണ്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേരുള്ള ഒരു മണ്ഡലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ആരും കയറി ചെല്ലാത്ത, ഒരു വണ്ടി പോലും ചെല്ലാത്ത ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ പോയി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ വീഡിയോ ആയിട്ട് പരിപൂർണ്ണമായിട്ട് വീഡിയോ ഇടാൻ അതിന് താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള സാധാരണക്കാർക്ക് സഹായപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പോഴും അതിന് തന്നെ ഊന്നൽ കൊടുത്താൽ മതി. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ അറിയാമല്ലോ, എൻ്റെ നേരത്തെ ഉള്ള എന്നെ ഏറ്റവും അടുത്ത് അറിയാവുന്നവർക്ക് അറിയാം. നമ്മൾ ജോലി ചെയ്യുന്ന പൈസയിൽ ഒരു ശതമാനം ഞാൻ പരമാവധി സഹായിക്കാൻ പരിശ്രമിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും നമുക്കൊരു പാർട്ടി ഒരു അവസരം തന്നപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു പോകും. ചെയ്യുന്നില്ലെങ്കിൽ ഒരാളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതങ്ങനെ ചെയ്യും. ഒരു മനുഷ്യത്വപരമായ ഇടപെടൽ നിങ്ങളിൽ നിന്ന് അതാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും മെമ്പേഴ്സ് ഉണ്ടായിട്ടും പാർട്ടി അതിനെ നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം തന്നത് അതുകൊണ്ട് തന്നെ. ഇപ്പോഴും ഇപ്പൊ സ്റ്റില് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വരെ ഇപ്പൊ നമ്മുടെ ഒരുപാട് ഇടത്തുനിന്ന് ഒരുപാട് ഈ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പഠനോപകരണ സാധനങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലാണ്. അത് ഒരുപാട് അടുത്ത് പോയിട്ട് അതൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഇങ്ങനൊരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു തരത്തിലേക്ക് കൊണ്ടുവരാൻ കാണിക്കാൻ പറ്റുന്നതിന് വളരെ സന്തോഷമാണ്. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ കരുത്തായിട്ട് ഷിബു സാർ അല്ലെ, ഷിബു അതിനെ പറ്റി പറയാനുള്ളത്? അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയുന്നത്, ഭയങ്കര അഭിമാനം തോന്നിയ നിമിഷമാണ്. കാരണം അധികാരമില്ലാത്ത സമയത്ത് ഞങ്ങളെയൊക്കെ ചെറുപ്പക്കാരെ നല്ലതുപോലെ ചേർത്ത് പിടിച്ചാണ് ഒരു മനുഷ്യപ്പറ്റുള്ള മാനുഷിക പരിഗണനയുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ടാണ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ നേതാവിനെ ഞങ്ങൾ കാണാം. വറുതിയുടെ സമയത്തൊക്കെ ശരിക്കും ചെറുപ്പക്കാരെയൊക്കെ ഞങ്ങളെ ചേർത്ത് പിടിച്ച്, കാരണം ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ ഞങ്ങൾക്ക് പൈസ ഒക്കെ തന്നു. കഴിക്കാനില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊതുരംഗത്ത് നിൽക്കുമ്പോഴുള്ള സാഹചര്യങ്ങൾ വലുതാണ്. അങ്ങനെയൊക്കെ മനസ്സറിഞ്ഞ്, ചെറുപ്പക്കാരുടെ മനസ്സറിഞ്ഞ് തീർച്ചയായും ഫോറസ്റ്റ് മിനിസ്റ്റർ ആയപ്പോൾ ആ ചെറുപ്പക്കാരിൽ കൂടുതലും യുവാക്കൾക്ക് പരിഗണന കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫിലൊക്കെ നമ്മൾ പരിശോധിച്ചറിയാം. ഇപ്പോൾ MLA മാരായിട്ട് വന്നവർ RYFന്റെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പം നിലവിൽ MLA മാർ, സാറിന്റെ സ്റ്റാഫിലെ അംഗങ്ങളെ പരിശോധിച്ചാൽ ചിലപ്പോൾ RYFന്റെ ഇരിക്കുന്ന അത് അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കി അങ്ങനെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പാർട്ടി അങ്ങനെ ഒരു പരിഗണന ചെറുപ്പക്കാർക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പരിഗണന. നിങ്ങളെപ്പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ ഉയർന്നു വന്നാൽ ഞങ്ങൾക്ക് നാട്ടുകാരെന്നല്ലേ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഈ കാരാളിമുക്ക്, പടിഞ്ഞാറേക്കല്ലട, ഭരണിക്കാവ്, ശാസ്താംകോട്ട, മൈനാഗപ്പള്ളി, ഇങ്ങനെ കുറെ ഒരു പ്രദേശങ്ങൾ ചേർന്നതാണ് ഒരു നാടെന്ന് പറയുന്നത് അല്ലെ. ഈ നാട്ടുകാരെടുത്ത് ഈ ഒരു സന്തോഷം, ഇപ്പൊ നാട്ടുകാരുടെ സപ്പോർട്ട്, ഫേസ്ബുക്ക് വാളിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അല്ലേ സുഭാഷ് എസ്കലടയ്ക്ക് വേണ്ടി ഒരു ഭയങ്കര മനോഹരമായ എഴുത്തുകളൊക്കെ ഒരുപാട് വിട്ടിട്ടുണ്ട് അല്ലെ. ഒരുപാട് പേര്, ഒരുപാട് സഹയാത്രികരെല്ലാം രാഷ്ട്രീയം നോക്കാതെ എഴുതിയിട്ടുണ്ട്. നാട്ടുകാരുടെ ഒരു പിന്തുണ സപ്പോർട്ട് എപ്പോഴും. പിന്നെ തീർച്ചയായും നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കുന്ന ആളാണല്ലോ. പൊതുവെ നമ്മളെ രാവിലെ ദിനചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുക, പൊതുജനങ്ങളുമായിട്ട് ഉള്ള സമ്പർക്കം, അവരുടെ കാര്യങ്ങൾ കേൾക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഇല്ലാത്ത, അധികാരം ഇല്ലാത്ത സമയത്ത് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ മൊത്തം ആളേക്കുന്നതാണ് അല്ലേ. എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്ത് കൊടുക്കും. അത് കൊടുക്കും.
അത് ആര് വന്നാലും ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ തീർച്ചയായും ഇപ്പോഴും ഒരു വാക്ക് കൊടുക്കാം. ഇപ്പോഴും ഒരു വാക്ക് കൊടുക്കാം. പിന്നെ ഇപ്പോഴും ആ വാക്ക് തന്നെ, അതിൽ ഒരു മാറ്റമില്ല. സുഭാഷ് കല്ലട അന്ന് ഒരേപോലെ അതെ, അതിനൊരു മാറ്റമില്ല. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സ്നേഹം.